ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത്. എങ്ങനെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെയും സംയുക്ത സേനയുടെയും തെരച്ചിൽ? എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് പഹൽഗാമിലെ ബൈസരൻ കുന്നിലേക്ക്, ഈ ഭീകരാക്രമണം ഉണ്ടായ ബൈസരൻ വാലിയിലേക്ക് പോകുന്ന വഴിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വനമേഖല ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. ചെങ്കുത്തായ കുന്നിൻ ചെരുവുകൾ, ഒപ്പം തന്നെ നദികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. ഇവിടെ തെരച്ചിൽ, ഈ ഭീകരാക്രമണം നടന്ന് അടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ, മറ്റ് ഓപ്പറേഷനുകൾ, അതിർത്തിയിലെ നീക്കങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ ഓപ്പറേഷന്റെ നടപടികളെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെല്ലാം മേഖലകളിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. അതേസമയം ഈ കാശ്മീരിലെ ഏതാണ്ട് 8000-ത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വരുന്ന വനമേഖല, അവിടെ അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരർക്കെതിരായ നടപടികൾ കടുപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ 6 ഭീകരവാദികളുടെ വീടുകൾ തകർത്തിരുന്നു പ്രാദേശിക ഭരണകൂടവും ഏജൻസികളും അടക്കമുള്ള സംഘം. ഈ 6 പേരും 6 ജില്ലകളിലുള്ള ഭീകരവാദികളുടെ വീടുകളാണ്. ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, പാകിസ്ഥാനിൽ പരിശീലനം നേടിയ, കൂടാതെ ഭീകരവാദ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുന്നതായി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. ഈ ഒരു നടപടി തുടർന്ന് വരും ദിവസങ്ങളിലും തന്നെ തുടരാനാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രാദേശിക ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം ഏജൻസികൾക്കും പ്രാദേശിക ഭരണകൂടത്തിനും നൽകിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പഹൽഗാമിൽ നിന്ന് തത്സമയം ചേർന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.